ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളുമായി വിവിധ ലോകരാജ്യങ്ങൾ മുന്നേറുമ്പോൾ രാജ്യത്തിന്റെ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നതിനായി പരസ്യ പ്രസ്താവന നടത്തി ഹംഗേറിയൻ പ്രസിഡന്റ് കാറ്റലിൻ നൊവാക്. ന്യൂയോർക്കിൽ സമ്മേളിച്ച സിംബോസിയത്തിലായിരുന്നു ഹംഗറിയുടെ ക്രൈസ്തവ വേരുകളെ സംബന്ധിച്ച പ്രസിഡന്റ് ധീരവും ശക്തവുമായ പ്രസ്താവന നടത്തിയത്. ഹംഗറിയുടെ ക്രൈസ്തവ ദർശനവും പശ്ചാത്തലവും സധൈര്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഹംഗേറിയൻ പ്രസിഡന്റ് കാറ്റലിൻ നൊവാക്. ബോണം കമ്മ്യൂൺ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച സിംബോസിയത്തിലായിരുന്നു ഹംഗേറിയൻ പ്രസിഡന്റ് രാജ്യത്തിന്റെ ക്രൈസ്തവ നിലപാട് അറിയിച്ചത്. നിർവചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഹംഗറി ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണെന്ന് വീണ്ടും ലോകജനതയെ ഓർമ്മിപ്പിച്ച കാറ്റലിൻ നൊവാക്, ലോകമെമ്പാടുമുള്ള പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് സഹായം എത്തിക്കാനുള്ള വിക്ടർ ഓർബൻ ഗവൺമെന്റിന്റെ സംരംഭങ്ങൾ ലോകമെമ്പാടുമുള്ള 1 ദശലക്ഷം വ്യക്തികൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഹംഗേറിയൻ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ക്രിസ്ത്യൻ മൂല്യങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച കാറ്റലിൻ, തങ്ങളുടെ കുടുംബനയം ക്രിസ്ത്യൻ മൂല്യങ്ങളിലും പാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമാണെന്ന വിക്ടർ ഓർബന്റെ വാക്കുകൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. എങ്ങനെ ജീവിക്കണമെന്ന് ആരോടും പറയാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ഹംഗേറിയൻ പ്രസിഡന്റ്, കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുന്നു എന്നും കുടുംബത്തിന്റെ പരമ്പരാഗത നിർവചനവും മൂല്യങ്ങളും സംരക്ഷിക്കാൻ യുവദമ്പതികളെ പിന്തുണയ്ക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. തന്റെ രാജ്യത്തിന്റെ രാഷ്ട്രീയം തൊഴിലിനോടും മാനുഷിക അന്തസ്സിനോടും കുടുംബത്തിന്റെയും കുട്ടികളുടെയും സംരക്ഷണത്തോടും അന്തർലീനമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നൊവാക് വിശദീകരിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.